ഹലോ തേർഡ് നമസ്കാരം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അത് ഡിസ്റ്റർബൻസ് ഇൻ സ്പീച്ചാണ്. ഓക്കെ, സ്പീച്ച് അല്ലെങ്കിൽ ടോക്ക് എന്നൊക്കെ പറയും. ഡിസ്റ്റർബൻസ് ഇൻ സ്പീച്ച് ഓർ ടോക്ക്, അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അതിനകത്ത് ഒരുപാടുണ്ട്. വൺ ബൈ വൺ ഞാൻ സ്ലൈഡിൽ ഇട്ടിട്ടുമുണ്ട്. ആദ്യമേ നമുക്ക് പ്രഷർ ഓഫ് സ്പീച്ച് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് പ്രഷർ ഓഫ് സ്പീച്ച്. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ദർ ഈസ് റാപ്പിഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്. റാപ്പിഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്, അതായത് ഒരുപാട് വേർഡ് ഉപയോഗിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ പറയുന്നതിനാ പ്രഷർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. അതിനകത്ത് മെയിൻലി നമുക്കതിന് വേറൊരു വേർഡ് പറയാറുണ്ട്, റേസിംഗ് സ്പീച്ച്. അതായത് റേസിംഗ് എന്ന് പറഞ്ഞാൽ ഓടുക എന്നല്ല അർത്ഥം, റേസിംഗ് സ്പീച്ച് എന്നും അതിന് പറയാം. അതാണ് പ്രഷർ ഓഫ് സ്പീച്ച്. അടുത്തത് പോവർട്ടി ഓഫ് സ്പീച്ചാണ്. പോവർട്ടി ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച്, അല്ലെങ്കിൽ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ചിനെ നമുക്ക് പോവർട്ടി ഓഫ് സ്പീച്ച് എന്ന് പറയാം. അതിനകത്ത് അധികം പേഷ്യന് സംസാരിക്കാൻ കഴിയുന്ന വേർഡൊന്നും ഇല്ലാത്ത ഒരു തരത്തിലുള്ള സംസാരിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് പോവർട്ടി ഓഫ് സ്പീച്ച്. ഇനി അടുത്തത് പോവർട്ടി ഓഫ് കണ്ടന്റ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ, പോവർട്ടി ഓഫ് കണ്ടന്റ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ എ സ്പീച്ച്, ദ പേഷ്യൻ്റ് സ്പീച്ച് മേ ബി ആഡിക്വേറ്റ് ബട്ട് ഇൻ എമൗണ്ട് ബട്ട് കൺവേ ലിറ്റിൽ ഇൻഫർമേഷൻ. അതായത് പേഷ്യൻ്റ് കുറേ സംസാരിക്കുന്നുണ്ടാകും, പക്ഷേ അതിനകത്തൊന്നും ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സ്പീച്ചിനാണ് നമ്മൾ പറയുന്ന പോവർട്ടി ഓഫ് കണ്ടന്റ് ഓഫ് സ്പീച്ച്. പേഷ്യൻ്റ് ഒത്തിരി ടോക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് കേൾക്കുന്നവർക്ക് ഒരുപാട് കാര്യമൊന്നും ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്നില്ല. അതാണ് പോവർട്ടി ഓഫ് കണ്ടന്റ് ഓഫ് സ്പീച്ച്. അടുത്തത് എക്കോലേലിയ. എക്കോലേലിയ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ ഓഫ് വേർഡ് ഓർ സെൻറ്റൻസസ് ബൈ അനദർ പേഴ്സൺ. റെപ്പറ്റീഷൻ ഓഫ് വേർഡ് ഓർ സെൻറ്റൻസസ് സെഡ് ബൈ അനദർ പേഴ്സൺ. അതായത് വേറെ ഒരു വ്യക്തി പേഷ്യൻറ്റിനോട് സംസാരിക്കുകയാണെങ്കിൽ ആ പേഷ്യൻ്റ് ആ കേൾക്കുന്ന അവരുടെ ടോക്ക് റിപ്പീറ്റ് ചെയ്യുക. അതായത് വേറൊരാൾ എന്താണോ പേഷ്യൻറ്റിനോട് പറയുന്നത്, ആ പേഷ്യൻ്റ് പറയുന്നതിനകത്ത് ആ സെൻറ്റൻസിലെ വേർഡും അല്ലെങ്കിൽ ആ സെൻറ്റൻസും പേഷ്യൻ്റ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനാണ് എക്കോലേലിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദ റെപ്പറ്റീഷൻ ഓഫ് വേർഡ് ഓർ സെൻറ്റൻസസ് സെഡ് ബൈ അനദർ പേഴ്സൺ ടു ദ പേഷ്യൻറ്റ്. മനസ്സിലായോ? അതായത് പേഷ്യൻറ്റിനോട് വേറെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്ന സെൻറ്റൻസും അതിനകത്തെ വേർഡ്സും ഒക്കെ പേഷ്യൻ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്താ പറയുന്നത്? എക്കോലേലിയ എന്ന്. മനസ്സിലായോ? അത് കഴിഞ്ഞ് ഇനി അടുത്തത് പാലിലേലിയാണ്. PALILA. പാലിലേലിയ എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എക്കോലേലിയ വെയർ ഓൺലി ദ ലാസ്റ്റ് വേർഡ് ഓർ വേർഡ് ഓഫ് അനദർ പേഴ്സൺസ് സ്പീച്ച്. അതായത് നേരത്തെ പറഞ്ഞ എക്കോലേലിയ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് ഒരു പേഷ്യൻറ്റിനോട് ആരെങ്കിലും സംസാരിക്കുന്ന സെൻറ്റൻസോ വേർഡോ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിനാണ് എക്കോലേലിയ എന്ന് പറയുന്നത്. ഈ എക്കോലേലിയയിൽ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഉണ്ട്. അതിനകത്ത് എന്താണെന്ന് ചോദിച്ചാൽ, പേഷ്യൻ്റ് കേൾക്കുന്ന ഒരു സെൻറ്റൻസിൻ്റെ അവസാനത്തെ വേർഡ് പേഷ്യൻ്റ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ദറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പാലിലേലിയ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. പാലിലേലിയ ഈസ് എ ടൈപ്പ് ഓഫ് എക്കോലേലിയ വെയർ only the last word of another person's speech is repeated. നീ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് നീ എവിടെ പോയി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ എക്കോലേലിയ. പക്ഷേ പാലിലേലിയ എന്ന് പറഞ്ഞാൽ ആ പോയി എന്നുള്ളതല്ലേ ലാസ്റ്റ് വേർഡ്, അത് മാത്രമേ പേഷ്യൻ്റ് റിപ്പീറ്റ് ചെയ്യത്തുള്ളൂ. പോയി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതാണ് പാലിലേലിയ. ഓക്കെ, ഇനി അടുത്തത് ഒരു വേർഡ് ലോഗോറിയ എന്നാണ്. LOGORRHEA. ഇതെന്താണെന്ന് വെച്ചാൽ എക്സസീവ് അൺകൺട്രോൾഡ് സ്പീച്ച്. അതായത് പേഷ്യൻ്റ് അങ്ങ് സംസാരം തുടങ്ങിയാൽ നിർത്താതെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ സംസാരിക്കുക. അതിനാണ് ഈ പറയുന്ന ലോഗോറിയ എന്ന് പറയുന്നത്. LOGORRHEA. ഓക്കെ, ഇനി അടുത്ത അബ്നോർമൽ സ്പീച്ചാണ് ഡിസ്ആർത്രിയ. DYSARTHRIA. ഡിസ്ആർത്രിയ. ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഇതും സാധാരണ അതായത് മാനിക് പേഷ്യൻ്റൊക്കെ കൂടുതൽ കാണിക്കുന്ന ഒരു സിംറ്റമാണ്. ഇത് ഡിഫിക്കൽറ്റി ഇൻ ആർട്ടിക്കുലേഷൻ, നോട്ട് ഇൻ വേർഡ്സ് ഫൈൻഡിങ് ഓർ ഡിഫിക്കൽറ്റി ഇൻ ആർട്ടിക്കുലേഷൻ, നോട്ട് ഇൻ വേർഡ് ഫൈൻഡിങ്. ഓക്കെ,
അല്ലെങ്കിൽ പേഷ്യൻ്റ് അതായത് ഇതിനകത്ത് എക്സാം പറയുവാണെങ്കിൽ ഡിഫിക്കൽറ്റി ഇൻ ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് മീനിങ് കൺവേ ചെയ്യേണ്ട ഡിഫറെൻറ്റ് വേർഡ്സ് ഉപയോഗിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് പേഷ്യൻറ്റിന് ഉപയോഗിക്കുന്ന വേർഡ്സൊക്കെ പ്രോപ്പർലി അല്ലായിരിക്കും എടുത്ത് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഗ്രാമറോ അല്ലെങ്കിൽ ഒരു കൺവേ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ പേഷ്യൻ്റ് ഇതിനകത്ത് അങ്ങനെയൊന്നും അല്ല നോക്കുന്നത്. ഡിഫിക്കൽറ്റി ഇൻ ആർട്ടിക്കുലേഷനാണ്. പക്ഷേ ഗ്രാമറിനകത്തോ വേർഡ് ഫൈൻഡിങ്ങിനകത്തോ ഒന്നും പേഷ്യൻ്റ് ബുദ്ധിമുട്ട് കാണത്തില്ല. എന്ന് വെച്ചാൽ ആർട്ടിക്കുലേഷൻ എന്ന് വെച്ചാൽ ഒരു വേർഡ് വേറൊരിനോട് പ്രോപ്പർലി കണക്ട് ചെയ്തായിരിക്കത്തില്ല ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഒരു വേർഡ് വേറൊരു വേർഡിനോട് പ്രോപ്പർലി കണക്ട് ചെയ്യാതെയാണ് പേഷ്യൻ്റ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ആർത്രിയ. DYSARTHRIA. സോ ഒന്നുകൂടെ ഞാൻ പറയാം. ദാറ്റ് ഈസ് ഡിഫിക്കൽറ്റി ഇൻ ആർട്ടിക്കുലേഷൻ, നോട്ട് ഇൻ വേർഡ് ഫൈൻഡിങ് ഓർ ഗ്രാമർ. അതായത് എന്ത് വേർഡ് കണ്ടുപിടിക്കണമെന്നല്ല, പേഷ്യൻ്റ് എന്തൊക്കെ വേർഡ് കണ്ടുപിടിക്കും പക്ഷേ പ്രോപ്പർലി ആർട്ടിക്കുലേറ്റ് ചെയ്യത്തില്ല. അതിനാണ് ഡിസ്ആർത്രിയ എന്ന് പറയുന്നത്. ഇനിയും വേറൊന്നുണ്ട്, ഡിസ്പ്രൊസോഡി. അതെന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ലോസ് ഓഫ് നോർമൽ സ്പീച്ച് മെലഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ഒരാളോട് പറയുമ്പോൾ അതിൻ്റെ ആ ടോണിനകത്തൊക്കെ ഒരു പ്രത്യേകത കാണും. നമ്മൾ മെലോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യത്തിൽ സംസാരിക്കുന്നതും സന്തോഷത്തിൽ സംസാരിക്കുന്നതും സങ്കടത്തിൽ സംസാരിക്കുന്നതും ഒക്കെ ഡിഫറെൻറ്റ് മെലോഡി ഉപയോഗിച്ചാൽ അല്ലേ. ഇപ്പോൾ സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു കാര്യവും സങ്കടത്തോടെ സംസാരിക്കുന്ന ഒരു കാര്യം, ആങ്സൈറ്റിയോടെ സംസാരിക്കുന്ന ഒരു കാര്യം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയണം അല്ലേ, അയാളുടെ ആ സംസാരത്തിൻ്റെ ടോൺ എന്താണെന്ന്. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് നോർമൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് മെലോഡി പേഷ്യൻറ്റിന് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് പറയുന്നത് ഡിസ്പ്രൊസോഡി എന്ന്, ലോസ് ഓഫ് നോർമൽ സ്പീച്ച് മെലോഡി. ഓക്കെ, അതിനാണ് നമ്മൾ ഡിസ്പ്രൊസോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അഫേസിയ എന്നാണ്. അഫേസിയ അത് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ള വേർഡാണ്. അഫേസിയ ഒക്കെ എന്താണ്, അതായത് നമ്മൾ പ്രത്യേകിച്ച് മെഡിക്കൽ സർജിക്കലിലും ഒക്കെ പേഷ്യൻ്റ് CBAയിലൊക്കെ പേഷ്യൻ്റ് കാണിക്കുന്ന ഒരു സിംറ്റമല്ലേ അഫേസിയ, നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഇവിടെയും ഇതിനൊരു പ്രത്യേകത ഇച്ചിരി ഡിഫറൻസ് ഉണ്ട്. അതായത് ഡിഫിക്കൽറ്റി ഇൻ ഫൈൻഡിങ് ദ റൈറ്റ് വേർഡ്. നമ്മൾ അഫേസിയ ലാക്ക് ഓഫ് സ്പീച്ച്, പേഷ്യൻ്റ് കൻ നോട്ട് ടോക്ക് എന്നൊക്കെയാണ് നമ്മളവിടെ പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് ഡിഫിക്കൽറ്റി ഇൻ ഫൈൻഡിങ് ദ റൈറ്റ് വേർഡ്, അതായത് ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടി പേഷ്യൻ്റ് റൈറ്റ് വേർഡ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതാണ്, അവർക്ക് സംസാരിക്കാനും പറ്റത്തില്ല. അതിനാണ് നമ്മൾ അഫേസിയ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫിക്കൽറ്റി ഇൻ ഫൈൻഡിങ് ദ റൈറ്റ് വേർഡ്, അതാണ് അഫേസിയ. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ പ്രഷർ ഓഫ് സ്പീച്ച് പഠിച്ചു, പോവർട്ടി ഓഫ് സ്പീച്ച് പഠിച്ചു, പോവർട്ടി ഓഫ് കണ്ടന്റ് ഓഫ് സ്പീച്ച്, എക്കോലേലിയ, പാലിലേലിയ, ലൊഗോറിയ, ഡിസാർത്രിയ, ഡിസ്പ്രൊസോഡി, അഫേസിയ, ഇത്രയും നമ്മൾ പഠിച്ചു. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്. അതായത് പെർസിവറേഷൻ. ഈ പെർസിവറേഷൻ എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റൻ്റ് റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് ബിയോണ്ട് ഇറ്റ്സ് റെലവൻസ്. പെർസിസ്റ്റൻ്റ് റെപ്പറ്റീഷൻ ഓഫ് വേർഡ് ബിയോണ്ട് ഇറ്റ്സ് റെലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു സംസാരം നടത്തുമ്പോൾ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടല്ലാത്ത സെൻറ്റൻസും അതിനകത്തുള്ള വേർഡ്സും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. പേഷ്യൻ്റ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അതിന് ഇറലവൻ്റായിട്ട് സംസാരിക്കുക, അത് ആ ഇറലവൻറ്റ് സ്പീച്ച് പേഷ്യൻ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പെർസിവറേഷൻ. ഒന്നുകൂടെ ഞാൻ പറയാം. ഇറ്റ് ഈസ് പെർസിസ്റ്റൻ്റ് റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സ് ബിയോണ്ട് ഇറ്റ്സ് റിലവൻസ്. അപ്പോൾ ആ ബിയോണ്ട് ഇറ്റ്സ് റെലവൻസ് എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സാഹചര്യങ്ങൾക്ക് അനുസരമായിട്ടല്ല പേഷ്യൻ്റ് സംസാരിക്കുന്നത്. നമ്മളെപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് സാഹചര്യങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ഒരാൾ വേറൊരാളോട് സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ഒരാൾ പറയുന്ന വേറൊരാളിനും ആ ആൾ പറയുന്ന ഇങ്ങോട്ടും നമുക്ക് വ്യക്തമാകത്തക്ക രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുന്നത് അല്ലേ. അതിൻ്റെ മീനിങ് ഓഫ് കമ്മ്യൂണിക്കേഷൻ തന്നെ അതാണല്ലോ. കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ് തന്നെ അതാണ്. പക്ഷേ ഇവിടെ എന്താ സംസാരിക്കുക, പേഷ്യൻ്റ് പറയുന്ന ടോക്ക് ആ സാഹചര്യത്തിന് ചേർന്നതായിരിക്കത്തില്ല. തന്നെയുമല്ല പേഷ്യൻ്റ് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പെർസിവറേഷൻ. PERSEVARATION. ഇനി അടുത്തതാണ് വെർബിജറേഷൻ. ഇതിനകത്ത് സെൻസ്ലെസ് റെപ്പറ്റീഷൻ ഓഫ് സം വേർഡ്സ് ഓർ phrases again and again. Senseless repetition of some words or phrases again and again.
മറ്റേതിനകത്ത് ഒരു സെൻറ്റൻസും കാര്യങ്ങളും ഒക്കെ നേരത്തെ പറഞ്ഞതിനകത്ത് പെർസിവറേഷനകത്ത് ഒരു സെൻറ്റൻസ് പറയും, അത് സാഹചര്യത്തിന് പൊരുത്തപ്പെട്ടതല്ലെന്നേ ഉള്ളൂ, പക്ഷേ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം സെൻസ്ലെസ് റെപ്പറ്റീഷൻ ഓഫ് സം വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ വേർഡ്സ് തമ്മിൽ തന്നെ ഒരു കണക്ഷനും ഇല്ലാത്ത വേർഡ്സൊക്കെ ആയിരിക്കും പേഷ്യൻ്റ് പറയുന്നത്. അതിനകത്തൊന്നും ഒരു മെസ്സേജ് കൺവേ ചെയ്യണമെന്നൊന്നുമില്ല. മനസ്സിലായോ? മറ്റിടത്ത് മെസ്സേജ് കൺവേ ചെയ്യും, ഇറലവൻ്റ് ആണെന്നേ ഉള്ളൂ. ഇവിടെ മെസ്സേജ് കൺവേ ചെയ്യണമെന്നൊന്നും അല്ലാതെ റെപ്പറ്റീഷൻ ഓഫ് വേർഡ്സിനാണ് നമ്മൾ വെർബിജറേഷൻ എന്ന് പറയുന്നത്. So senseless repetition of some words or phrases again and again. Okay, that is perseveration. Verbigeration. ഇനി അടുത്തത് ലൂസനിങ് ഓഫ് അസോസിയേഷൻ ആണ്. അപ്പം ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് എന്തോ ഒരു കണക്ഷന് കുഴപ്പമുണ്ടത്, അല്ലെങ്കിൽ വേർഡ്സിൻ്റെയോ സെൻറ്റൻസിൻ്റെയോ എന്തെങ്കിലും ഫോർമേഷനിലോ ഒക്കെ കണക്ഷന് വ്യത്യാസം ഉണ്ടെന്ന് ആ വേർഡ് കേൾക്കുമ്പം തന്നെ, ആ ഹെഡിങ് കേൾക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ലൂസനിങ് ഓഫ് അസോസിയേഷൻ. ഈ ലൂസനിങ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എ പാറ്റേൺ ഓഫ് സ്പോണ്ടേനിയസ് സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് യൂസ്ഡ് ആർ ആഫ്റ്റർ അനദർ ആൻഡ് വിത്ത് ലാക്ക് ഓഫ് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ്. അതായത് നമ്മളൊരു സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്തുള്ള വേർഡ്സ് ബ്രെയിൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്, അതായത് ആ സെൻറ്റൻസിലെ പൊരുത്തപ്പെട്ട വേർഡുകൾ എടുത്തുപയോഗിച്ച് ആ ഒരു സെൻറ്റൻസിന് ഒരു മീനിങ് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതാണല്ലോ ഒരു സെൻറ്റൻസ് ഫോർമേഷൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ അതിന് ബ്രെയിനിനുള്ള കപ്പാസിറ്റി ഉണ്ട്, സ്പീച്ച് സെൻറ്റർ ഉണ്ട്, അവിടെ തിങ്കിങ് സെൻറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ബ്രെയിൻ ഒരു കമ്പ്യൂട്ടർ പോലെ. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം ഒരു സെൻറ്റൻസിൽ കൂടെ കൺവേ ചെയ്യുമ്പോൾ ആ ഒരു സെൻറ്റൻസിന് ഒരു മെസ്സേജ് കാണും, മറ്റുള്ളവന് മനസ്സിലാവുന്ന പോലെ നമ്മൾ പറയേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അതിന് സ്യൂട്ടബിളായിട്ടുള്ള ഒരു വേർഡിന് നെക്സ്റ്റ് വെക്കുന്ന വേർഡും അതിൻ്റെ അടുത്ത വേർഡും എല്ലാം കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത് സ്യൂട്ടബിളി ആണെങ്കിൽ മാത്രമേ അതൊരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആകത്തുള്ളൂ അല്ലേ. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ആ ഇന്നലെ എന്നുള്ള അടുത്ത വേർഡ് വെക്കണം, സ്കൂളിൽ നിന്നുള്ള അടുത്ത പേര് വെക്കണം, പോയി എന്നുള്ള അടുത്ത വേർഡ് വെക്കണം. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആണ്. അപ്പോൾ ആ വേർഡ് ശരിക്കും മെസ്സേജ് കൺവേ ചെയ്യുന്ന പോലെയാണ് ബ്രെയിൻ വേർഡിനെ സെലക്ട് ചെയ്തവിടെ വെച്ചേക്കുന്നത്. അതിന് പകരം ഇവിടെ പേഷ്യൻ്റ് എന്താണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഈ അസോസിയേഷൻ ഓഫ് വേർഡ് വൺ ആഫ്റ്റർ അനദർ അസോസിയേറ്റ് ചെയ്യുന്നത് പ്രോപ്പർലി ആയിരിക്കത്തില്ല. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി എന്ന് പറയാം, ഞാൻ പോയി സ്കൂളിൽ ഇന്നലെ എന്നും വേണേൽ പേഷ്യൻ്റ് പറയാം. മനസ്സിലായോ? അങ്ങനെ പ്രോപ്പർലി അസോസിയേറ്റ് ചെയ്യാത്തതിന്, ഒരു മീനിങ് കൊടുക്കത്തക്കണം പ്രോപ്പർലി അസോസിയേറ്റ് ചെയ്യാത്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത് അതായത് ലാക്ക് ഓഫ് അസോസിയേഷനാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലൂസനിങ് ഓഫ് അസോസിയേഷൻ എന്ന് പറയും. ലൂസനിങ് ഓഫ് അസോസിയേഷൻ. സോ ഐ വിൽ ടെൽ യു വൺസ് മോർ. എ പാറ്റേൺ ഓഫ് സ്പോണ്ടേനിയസ് സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് യൂസ്ഡ് വൺ ആഫ്റ്റർ അനദർ ലാക്ക് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ്. മനസ്സിലായല്ലോ? ഞാൻ എക്സാമ്പിളും പറഞ്ഞല്ലോ. എ പാറ്റേൺ ഓഫ് സ്പോണ്ടേനിയസ് സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് യൂസ്ഡ് വൺ ആഫ്റ്റർ അനദർ ലാക്ക് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ്. മനസ്സിലായോ? അതായത് ഒരു വേർഡിന് ശേഷം അടുത്ത വേർഡ് വെക്കുന്നത് പ്രോപ്പർലി അല്ല, അതുകൊണ്ട് മീനിങ് ഫുള്ളായിട്ടല്ല അതിൻ്റെ റിലേഷൻഷിപ്പ്. അതുകൊണ്ടൊരു മെസ്സേജ് കൺവേ ചെയ്യാവുന്ന സെൻറ്റൻസിന് മീനിങ് ഇല്ലാതെ പോകുന്നു. മനസ്സിലായോ? അപ്പോൾ പ്രോപ്പർലി അല്ല അതിനകത്ത് വേർഡ് അസോസിയേറ്റ് വെച്ചേക്കുന്നത്. അതാണ് ലൂസനിങ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇനി അടുത്തത് ഇൻകൊഹറൻസ്. ഇൻകൊഹറൻസ് എന്ന് പറഞ്ഞാലും അവിടെ പേഷ്യൻ്റ് പൊരുത്തമില്ലാത്ത രീതിയിൽ ചിന്തിക്കുക, അതിനുശേഷം പൊരുത്തമില്ലാത്ത രീതിയിൽ സംസാരിക്കുക. ഇൻകൊഹറൻസ്. ഈ ഇൻകൊഹറൻസ് നിങ്ങളുടെ തോട്ട് ഡിസോർഡറിലും ഇൻവോൾവ് ചെയ്യുന്നത്. കാരണം നമ്മളൊരു കാര്യം തിങ്ക് ചെയ്തിട്ടാണല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇൻകൊഹറൻസ് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അതിനകത്ത് പഠിക്കാം. അതായത് പരസ്പര വിരുദ്ധമായിട്ട് ചിന്തിച്ചിട്ട് സംസാരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഷിസോഫ്രനിക് പേഷ്യൻറ്റും മാനിക് പേഷ്യൻറ്റും ഒക്കെ സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവും ഇൻകൊഹറൻ്റ് ആണെന്ന്. എന്ന് പറഞ്ഞാൽ നിൻ്റെ പേരെന്താണെന്ന് നമ്മൾ പേഷ്യനോട് ചോദിച്ചാൽ പേഷ്യൻ്റ് പേരൊന്നും ആയിരിക്കും അതിൻ്റെ ആൻസർ തരണമെങ്കിൽ അതിന് വേണ്ട ഒരു ചിന്തിച്ചൊരു ആൻസർ ഇങ്ങോട്ട് പറയുന്നതിന് ഇറലവൻ്റ് ആയിട്ടായിരിക്കും പേഷ്യൻ്റ് സംസാരിക്കുന്നത്. അതാണ് ഇൻകൊഹറൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തതാണ് ക്ലാങ് അസോസിയേഷൻ. ക്ലാങ് അസോസിയേഷൻ എന്നുള്ളതാണ് അടുത്തത്. ഇതെന്താണെന്ന് വെച്ചാൽ പേഷ്യൻ്റ് യൂസസ് മെനി വേർഡ്സ് ഇൻ സിമിലർ സൗണ്ട് ഇൻ ഹിസ് ടോക്ക്. സിമിലർ സൗണ്ട്,
അതായത് നമ്മൾ ഒരു സിമിലർ സൗണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ചോയ്സ് ഓഫ് വേർഡ് ഇൻ ദ സെൻറ്റൻസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് സൗണ്ട് ആൻഡ് നോട്ട് ബൈ ദ മീനിങ്. അതായത് ഒരു സെൻറ്റൻസ് പറയുമ്പോൾ പേഷ്യൻ്റ് അതിനകത്ത് ഉപയോഗിക്കുന്ന വേർഡ്സിനെല്ലാം ഒരേപോലെ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ഒരേപോലെ സൗണ്ട് ഉണ്ടാക്കുന്ന വേർഡ് എടുത്തുപയോഗിച്ച് സംസാരിക്കുന്നു. അല്ലാതെ ആ എടുക്കുന്ന വേർഡിൻ്റെ മീനിങ് അനുസരിച്ചല്ല വേർഡ് സെലക്ട് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം ഒരു സെൻറ്റൻസ് പറയണമെങ്കിൽ നമ്മൾ പ്രോപ്പർലി വേർഡ് സെലക്ട് ചെയ്തിട്ട് നമ്മളത് ഒരേപോലെ സൗണ്ടുള്ള വേർഡ്സ് ആണോ നല്ല നമ്മൾ നോക്കുന്നത്, അല്ലേ? പകരം മീനിങ് കൺവേ ചെയ്യുന്ന വേർഡ് എടുത്താണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് മീനിങ് കൺവേ ചെയ്യുന്ന വേർഡല്ല സെലക്ട് ചെയ്യുന്നത്, പകരം സെയിം സൗണ്ട് ഉള്ള വേർഡ്സ് എടുത്ത് സെൻറ്റൻസ് ഉണ്ടാക്കി സംസാരിക്കുന്നു. അതാണ് ക്ലാങ് അസോസിയേഷൻ. അതിനകത്ത് തന്നെ 2 തരമുണ്ട്. ഇതിനകത്ത് ഒന്ന് റൈമിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ പണ്ണിങ് എന്നൊക്കെ പറയും. ഈ റൈമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പിന്നെ ചെറിയ പാട്ട് നമ്മൾ നഴ്സറി സ്കൂളിലൊക്കെ പഠിക്കുമ്പം റൈമിംഗ് അതിനകത്ത് ഒരേപോലെയുള്ള വേർഡ്സൊക്കെ വരാം. പക്ഷേ അത് നമ്മൾ മീനിങ്ഫുള്ളി ആയിരിക്കും ആ പാട്ട് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് അങ്ങനെ നഴ്സറി കുട്ടികൾ പാടുന്ന പോലെ റൈം ചെയ്യും. പക്ഷേ അതിനകത്ത് സിമിലർ സൗണ്ടുള്ള വേർഡ്സ് ഉപയോഗിക്കും. മീനിങ് വരണമെന്നോടില്ല, മനസ്സിലായി? പക്ഷെ നമ്മൾ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീനിങ് ഉണ്ടല്ലോ, അല്ലേ? അവിടെ നമ്മൾ ആ ടിങ്കിൾ ടിങ്കിൾ എന്നുള്ള ആ 2 പ്രാവശ്യം അത് എടുത്ത് ഒരേ സൗണ്ടിലുള്ള വേർഡല്ലേ ടിങ്കിൾ ടിങ്കിൾ, 2 വേർഡ്സ് ഒരേപോലെ കേൾക്കുന്നതായതുകൊണ്ട് നമ്മൾ അവിടെ, പക്ഷെ നമ്മൾ ലിറ്റിൽ സ്റ്റാർ എന്നുള്ളതും കൂടെ അവിടെ ചേർക്കുന്നതുകൊണ്ട് അതൊരു മീനിങ്, നീ നക്ഷത്രങ്ങളെ നീ പ്രകാശിക്കുന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അവിടെ ഒരു മീനിങ് ഉണ്ട്. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് റൈം ചെയ്യുമ്പോൾ അവിടെ മീനിങ് ഉണ്ടാവണമെന്നില്ല, ചുമ്മാതെ സിമിലറായിട്ടുള്ള കുറേ വേർഡ് എടുത്ത് ഉപയോഗിക്കുന്നു എന്ന് പാട്ടുണ്ടാക്കുകയൊക്കെ ചെയ്യും. അതാണ് റൈമിങ്. മനസ്സിലായല്ലോ? അപ്പോൾ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ 2 വേർഡ്സ് സെയിം മീനിങ് ഉള്ളത് വരുന്നുള്ളൂ, ബാക്കിയുള്ളത് സെയിം മീനിങ് ഉള്ളതല്ല. അതുകൊണ്ട് ആ ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാറിന് മീനിങ് ഉണ്ട്. പക്ഷേ ഇവിടെ പേഷ്യൻ്റ് റൈം ചെയ്യുമ്പോൾ സിമിലറായിട്ടുള്ള സൗണ്ട് വരുന്ന വേർഡ്സ് എടുത്ത് ഉപയോഗിച്ച് പാട്ട് പാടുന്ന പോലെ അങ്ങ് പറയുന്നെന്ന് മാത്രം. അതാണ് റൈമിങ് മെയ്ഡ് ബൈ ദ സൈക്കാട്രിക് പേഷ്യൻറ്റ്. പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, പണ്ണിങ് എന്ന് പറയും, PUNNING. ഇതും ഒരു ക്ലാങ് അസോസിയേഷനാണ്. അതിനകത്ത് എന്താ പേഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാട്ട് പോലെ അല്ല, ചുമ്മാതെ പേഷ്യൻ്റ് അങ്ങ് സിമിലർ സൗണ്ടുള്ള കാര്യങ്ങളങ്ങ് പറയുക അത് അയാളുടെ ടോക്കിൽ. മനസ്സിലായോ? അതായത് കുട്ട, വട്ടി, ചട്ടി, പൊട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഉള്ളതുകൊണ്ട് കേൾക്കുമ്പോൾ സിമിലറായിട്ട് തോന്നത്തില്ലേ? അങ്ങനെ ഉള്ള വേർഡ്സ്, സിമിലർ പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസിങ് വേർഡ് എടുത്ത് പേഷ്യൻ്റ് ചുമ്മാ കുറേ അടുപ്പിച്ച് ടോക്ക് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് പണ്ണിങ്, PUNNING. അതും ക്ലാങ് അസോസിയേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള സംസാരിക്കുന്ന പേഷ്യൻറ്റിനെയൊക്കെ സൈക്കാട്രിക് വാർഡിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാങ് അസോസിയേഷൻ കഴിഞ്ഞു. ഇനിയും 2 എണ്ണം കൂടെ ഉണ്ട്. ഒരു സർക്കംസ്റ്റാൻഷ്യാലിറ്റി, അത് ഞാൻ നമ്മുടെ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ നിങ്ങളത് എഴുതിക്കൊള്ളണം, ഞാൻ പറയാം. കാരണം പുസ്തകമൊന്നും എൻ്റെ കയ്യിലെല്ലാം കോളേജിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് ചില കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം കൂടെ ഉണ്ട്, ഒരു ടാൻജൻഷ്യാലിറ്റി. അത് 2 എണ്ണം ആഡ് ചെയ്യണം. ക്ലാങ് അസോസിയേഷൻ കഴിഞ്ഞിട്ട് സർക്കംസ്റ്റാൻഷ്യാലിറ്റി ആൻഡ് ദെൻ ടാൻജൻഷ്യാലിറ്റി. സർക്കംസ്റ്റാൻഷ്യാലിറ്റിയുടെ സ്പെല്ലിങ് CIRCUMSTANTIALITY, സർക്കംസ്റ്റാൻഷ്യാലിറ്റി. അത് നിങ്ങൾ ആഡ് ചെയ്തോണം ക്ലാങ് അസോസിയേഷൻ കഴിഞ്ഞ് അടുത്തതായിട്ട്. ഞാൻ പറഞ്ഞില്ല, പുസ്തകങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ടെക്സ്റ്റും പുസ്തകങ്ങളും ഒക്കെ എത്താണ് നമ്മൾ കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കിയെന്ന്. നല്ല നോട്ടൊക്കെ അങ്ങ് കോളേജിലിരിക്കുക, അതൊന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇനി എന്താ സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് നോക്കാം. എ പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിമോൺസ്ട്രേറ്റഡ് ബൈ പേഷ്യൻസ് ഇൻക്ലൂഷൻ ഓഫ് many irrelevant and unnecessary details in the speech before he is able to come to the point. ഒന്ന് വായിച്ചു നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഒന്നുകൂടെ ഞാൻ പറയാം. ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് ടോക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിമോൺസ്ട്രേറ്റഡ് ബൈ പേഷ്യൻസ് ഇൻക്ലൂഷൻ ഓഫ് മെനി ഇറലവൻറ്റ് ആൻഡ് അൺനെസസറി ഡീറ്റെയിൽസ് ഇൻ സ്പീച്ച് ബിഫോർ ഹീ ഈസ് ഏബിൾ ടു കം ടു ദ പോയിൻറ്റ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഒരാളോട് സംസാരിക്കുമ്പോൾ ബ്രീഫായിട്ട് ഉള്ള കാര്യം പെട്ടെന്ന് മറ്റാളിന് മനസ്സിലാകുന്ന പോലെ പെട്ടെന്ന് പറയാതെ ആവശ്യമില്ലാത്ത ഒരുപാട് ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ചേർത്ത് ഉൾപ്പെടുത്തി സംസാരിക്കുക. അവസാനം കറക്റ്റ് ആൻസർ അയാൾ പറയും, പക്ഷേ അതിന് മുമ്പേ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയുക. അതിനാണ് നമ്മൾ സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം എ പാറ്റേൺ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിമോൺസ്ട്രേറ്റഡ് ബൈ പേഷ്യൻസ് ഇൻക്ലൂഷൻ ഓഫ് മെനി ഇറലവൻറ്റ് ആൻഡ് unnecessary details in speech before he is able to come to the point.
മനസ്സിലായല്ലോ? പേഷ്യൻറ്റിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ നീ ഇന്നലെ എപ്പോഴാണ് രാത്രി കിടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, ഞാൻ ഇന്നലെ 9 മണിയായപ്പോഴാണ് രാത്രി ഉറങ്ങാൻ കിടന്നതെന്ന് പറയാം. അപ്പോൾ പേഷ്യൻ്റ് അതൊന്നും പറയാതെ ഇന്നലെ രാത്രി ഞാൻ 9 മണിക്ക് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ താമസിച്ചാൽ കിടന്നേ, ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അവൻ എൻ്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്, പിന്നെ അയാളിപ്പോൾ ഗൾഫിലാണ്, ഇപ്പം അവധിക്ക് വന്നതാണ്, അങ്ങനെയല്ല ഒരുപാട് വേണ്ടാതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനമേ പറയത്തുള്ളൂ എത്ര മണിക്കാണ് കിടന്നതെന്ന്. മനസ്സിലായി? അപ്പോൾ ആദ്യമേ 9 മണിക്ക് ഞാൻ കിടന്നു എന്നുള്ള ആൻസർ പറയുന്നതിന് മുമ്പേ തന്നെ പേഷ്യൻ്റ് ഒരുപാട് അൺനെസറി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നീ എത്ര മണിക്കാണ് കിടന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ സെൻറ്റൻസ് പേഷ്യൻ്റ് ആൻസർ പറയാം. അങ്ങനെ പറയാതെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ വലിച്ച് അതിനകത്തോട്ട് കൊണ്ടുവന്നിട്ട് ഏറ്റവും അവസാനമേ പറയത്തുള്ളൂ ഞാൻ എപ്പോഴാണ് കിടന്നതെന്ന്. മനസ്സിലായോ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സർക്കംസ്റ്റാൻഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പേഷ്യൻ്റ് സംസാരിക്കും. വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പറയത്തില്ല, ഇങ്ങനെ കാടേ തല്ലി പടപ്പേ തല്ലി പോകാമെന്നൊക്കെ പറയത്തില്ല, അങ്ങനെ പറയുന്ന പോലെയാണ്. ആ ഒരു ടൈപ്പ് ഓഫ് സ്പീച്ചിനാണ് നമ്മൾ സർക്കംസ്റ്റാൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി ടാൻജൻഷ്യാലിറ്റി എന്ന് പറയും അടുത്തത്. TANGIALITY TANGENTIALITY ടാൻജൻഷ്യാലിറ്റി. അത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് സ്പീച്ച്. ഇതൊരു ഫോം ഓഫ് തിങ്കിങ്ങിൻ്റെ കൂട്ടത്തിലും ചിലപ്പം പെടുത്താറുണ്ട്. കാരണം ഈ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണല്ലോ സ്പീച്ച് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചോദിച്ചാലും പറയാം. അപ്പം എ സ്പീച്ച് ഓഫ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി ഇൻ സ്പീച്ച് ഓർ തോട്ട് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. കാരണം നമുക്കറിയാം എപ്പോഴും നമ്മുടെ സംസാരം വരുന്നത് ഏത് വ്യക്തിയുടെയും സംസാരം വരുന്നത് അയാളുടെ തിങ്കിങ്ങിന് ശേഷമാണ്, അല്ലേ? സോ ടോക്ക് ഈസ് ദ നെക്സ്റ്റ് പ്രോസസ് ആഫ്റ്റർ തിങ്കിങ്. അല്ലാതെ ചിന്തിക്കാതെ നമുക്ക് ആർക്കും സംസാരിക്കാനും പറ്റത്തില്ല. മനസ്സിലായി? അപ്പോൾ ഇവിടെ ടാൻജൻഷ്യാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? എ ഫോം ഓഫ് സ്പീച്ച് ഇൻ വിച്ച് ദ പേഷ്യൻറ്റ് ടെൻസ് ടു വാണ്ടർ അവേ ഫ്രം ദ ഇൻറ്റൻഡഡ് പോയിൻറ്റ് ആൻഡ് നെവർ റിട്ടേൺസ് ടു ദ ഒറിജിനൽ ഐഡിയാസ്. അതായത് ഒന്നുകൂടെ പറയാം. ദാറ്റ് ഈസ് എ ഫോം ഓഫ് സ്പീച്ച് ഓർ തിങ്കിങ് ഇൻ വിച്ച് ദ പേഷ്യൻറ്റ് tends to wander away from the intended point and never returns to the original ideas, അല്ലെങ്കിൽ ഒറിജിനൽ ടോക്ക് എന്ന് നമുക്ക് പറയാം. എന്താണെന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് ഒരു കാര്യം പറയാൻ ആരംഭിക്കുമ്പോൾ അയാൾ സംസാരിച്ച് തുടങ്ങും ഒരു ഉദ്ദേശത്തോടെ. ഒരു കാര്യം മറ്റുള്ളവർക്ക് കൺവേ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടാണ് നമ്മൾ ഒരാളൊരു ടോക്ക് തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുന്ന ടോക്ക് ഏത് സബ്ജക്റ്റിനെ സംബന്ധിച്ചാണോ തുടങ്ങുന്നത് അതിൽ നിന്ന് തുടക്കം അവിടെ ആണെങ്കിൽ പോലും പേഷ്യൻ്റ് അതിൽ നിന്നൊക്കെ അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് വേറെ ഓരോരോ ടോപ്പിക്ക് പറഞ്ഞ് അങ്ങ് പോകും. എന്ന് പറഞ്ഞാൽ അവസാനം പിന്നെ തിരിച്ച് തുടങ്ങിയ ഐഡിയയിലോ പോയിന്റിലോ പേഷ്യൻ്റ് വരത്തില്ല. മനസ്സിലായോ? അതാണ് ടാൻജൻഷ്യാലിറ്റി. ദാറ്റ് ഈസ് എ ഫോം ഓഫ് സ്പീച്ച് ഓർ തോട്ട് ഇൻ വിച്ച് ദ പേഷ്യൻറ്റ് ടെൻസ് ടു വാണ്ടർ അവേ ഫ്രം ദ ഇൻറ്റൻഡഡ് പോയിന്റ് ആൻഡ് നെവർ റിട്ടേൺസ് ടു ദ ഒറിജിനൽ ടോക്ക് ഓർ ഐഡിയ. ദറ്റ് ഈസ് കോൾഡ് ടാൻജൻഷ്യാലിറ്റി. അപ്പം നമ്മൾ സർക്കംസ്റ്റാൻഷ്യാലിറ്റി പഠിച്ചത് എന്താ? പേഷ്യൻ്റ് അങ്ങനെ പറഞ്ഞാൽ പോലും ഇറലവൻ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ പോലും പേഷ്യൻ്റ് അവസാനം പഴയ പോയിന്റ് വരും. നീ ഇന്നലെ എത്ര മണിക്കാണ് ഉറങ്ങിയെന്ന് ചോദിച്ചാൽ അവസാനം പേഷ്യൻ്റ് എപ്പോഴാണ് ഉറങ്ങിയെന്ന് പറയും. പക്ഷേ ഇതിനകത്ത് അങ്ങനെ പറയത്തില്ല. ടാൻജൻഷ്യാലിറ്റിയിൽ ഫോം ഓഫ് സ്പീച്ച് വേർ ദ പേഷ്യൻ്റ് വാണ്ടർ അവേ ഫ്രം ദ ഇനിഷ്യൽ പോയിന്റ്. എന്നിട്ട് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് ഡിസ്ട്രാക്ട് ചെയ്ത് പേഷ്യൻ്റ് സംസാരം മാറി പോയിട്ട് പഴയ പോയിന്റിൽ ഒരിക്കലും പേഷ്യൻ്റ് എത്തത്തില്ല. അതാണ് ടാൻജൻഷ്യാലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഒക്കെ എപ്പോഴും ക്വസ്റ്റിന് ചോദിക്കാറുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ടാൻജൻഷ്യാലിറ്റി ആൻഡ് സർക്കംസ്റ്റാൻഷ്യാലിറ്റി. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിൻലി ഡിസ്റ്റർബൻസ് ഓഫ് സ്പീച്ചിൽ ഇന്ന് പഠിച്ചത്. കഴിഞ്ഞ സ്ലൈഡിലുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞായിരുന്നു. പിന്നെ പെർസിവറേഷൻ, വെർബിജറേഷൻ, ലൂസണിങ് ഓഫ് അസോസിയേഷൻ, ഇൻകോഹറൻസ്, ക്ലാങ് അസോസിയേഷൻ. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞത് അതായത് അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതാണ് സർക്കംസ്റ്റാൻഷ്യാലിറ്റി ആൻഡ് ടാൻജൻഷ്യാലിറ്റി. മനസ്സിലായോ? ഇതെല്ലാം സ്പീച്ച് അബ്നോർമാലിറ്റി ആണ്. അപ്പം നമ്മളൊരു സൈക്യാട്രിക് വാർഡിൽ പോകുന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. തീർച്ചയായിട്ടും പേഷ്യൻറ്റിൻ്റെ സ്പീച്ചിനായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺക്ലൂഷനിൽ എത്തത്തക്കവണ്ണം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പേഷ്യൻറ്റ് ഡിഫറെൻറ്റ് അബ്നോർമാലിറ്റി ഇൻ സ്പീച്ച് പേഷ്യൻറ്റ് കാണിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരുപക്ഷെ നിങ്ങളെ ഗായത്രി മാഡം പ്രോസസ് റെക്കോർഡിങ് പഠിപ്പിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പ്രോസസ് റെക്കോർഡിങ് നിങ്ങൾ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോൾ ചെയ്യണം. അതെന്താണെന്ന് വെച്ചാൽ നേഴ്സും പേഷ്യൻറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരു ഫോമാറ്റ് ഉണ്ടാക്കി നേഴ്സ് എന്ത് ചോദിക്കുന്നു, പേഷ്യൻ്റ് എന്ത് സംസാരിക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് കൺക്ലൂഷനിൽ വരുന്നു എന്ന് പറയുന്ന ഒരു നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ് പ്രോസസ് റെക്കോർഡിങ്.
ഈ നേഴ്സിൻ്റെയും പേഷ്യൻ്റെയും സംഭാഷണം ഒരു ചോദിക്കുന്നതും പറയുന്നതും റിട്ടേൺ ആയിട്ട് നമ്മളൊരു പേപ്പറിലാക്കി, എന്നിട്ട് നമ്മൾ ചോദിച്ചത് എന്താണെന്ന് എഴുതും, പേഷ്യൻ്റ് പറയുന്നത് എന്താണെന്ന് എഴുതും. എന്നിട്ട് പേഷ്യൻ്റെ പറച്ചിലിൽ നിന്ന് ഈ പറയുന്ന അബ്നോർമാലിറ്റി ഇൻ സ്പീച്ച് എല്ലാം നമ്മൾ കേൾക്കും. എന്നിട്ട് നമ്മൾ അവസാനം കൺക്ലൂഷനിലെത്തും. പേഷ്യൻ്റെ സ്പീച്ചിൽ നിന്ന് എന്താണ് കൺക്ലൂഷൻ എഴുതാനുള്ള ഒരു കോളം നിങ്ങൾക്കുണ്ടാവും. ആ കൺക്ലൂഷനിൽ എഴുതും. അപ്പോൾ ഇതിനകത്ത് ഈ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ കൺക്ലൂഷനിൽ എത്തണമെങ്കിൽ പേഷ്യൻ്റ് എങ്ങനെയാണ് പറയുന്നതെന്ന് അസസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പം പെർസിവറേഷൻ എന്നുള്ള കാര്യമാണ് നിങ്ങൾ കൺക്ലൂഷനിൽ കൊണ്ട് എഴുതാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയണം വാട്ട് ഈസ് പെർസിവറേഷൻ എന്ന് അല്ലേ. ഇപ്പോൾ പേഷ്യൻറ്റിനോട് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് കറക്റ്റ് ആൻസർ പറയാതെ അല്ലെങ്കിൽ പേഷ്യൻ്റ് അങ്ങ് ഡീവിയേറ്റ് ചെയ്ത് അങ്ങ് പോയെങ്കിൽ നമ്മളതിനെ ടാൻജൻഷ്യാലിറ്റി എന്ന് പറയുമെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ ടാൻജൻഷ്യാലിറ്റി എന്താണെന്ന് അറിയാവുന്ന ഒരു കുട്ടിക്ക് മാത്രമേ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പേഷ്യൻ്റെ വേ ഓഫ് സ്പീച്ചിനെ അനലൈസ് ചെയ്ത് കൺക്ലൂഷനിലെത്താൻ പറ്റും. ആ കൺക്ലൂഷനിലെത്തിയിട്ടാണ്, കാരണം ഇതെല്ലാം സിംറ്റമറ്റോളജി അല്ലേ. അപ്പോൾ ഈ ഒരു സിംറ്റമറ്റോളജിയുടെ ബേസിസിലാണ് നമ്മൾ പേഷ്യൻ്റെ ഡയഗ്നോസിസിൽ പോകുന്നത്. അപ്പോൾ ഇത്രയും ഇത് ഓരോന്നും ഏത് രോഗത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമ്മൾ കാണിക്കുന്നതെന്ന് നമ്മൾ രോഗം പഠിക്കുമ്പോൾ പഠിക്കും. അപ്പോൾ അതിൻ്റെ സിംറ്റം പഠിക്കുമ്പോൾ ഈ വേർഡ്സ് എല്ലാം എടുത്തുപയോഗിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് സിംറ്റം കിട്ടുമ്പോൾ ആ സിംറ്റം ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് പറഞ്ഞാലും മാത്രമേ രോഗിക്ക് എന്താണ് രോഗമെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ രോഗം മനസ്സിലാകണമെങ്കിൽ രോഗലക്ഷണം മനസ്സിലാകണം. രോഗലക്ഷണം മനസ്സിലാകണമെങ്കിൽ അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായോ? അപ്പോൾ ക്ലാങ് അസോസിയേഷൻ എന്താണ്, ഇൻകൊഹറൻസ് എന്താണ്, വെർബിജറേഷൻ എന്താണ്, പെർസിവറേഷൻ എന്താണ്, ഈ വേർഡൊക്കെ ഏത് തരം പേഷ്യൻറ്റിൻ്റെ സംഭാഷണത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമ്മൾ കൺക്ലൂഷനിൽ കൊണ്ട് എഴുതണമെങ്കിൽ നമുക്കറിയണം എന്താ ഇതെന്ന്. പേഷ്യൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പീച്ച് എന്താണെന്ന് നമുക്കറിയണം. എങ്കിൽ മാത്രമേ നമ്മൾ കൺക്ലൂഷനിൽ എത്താൻ പറ്റൂ. അങ്ങനെ കൺക്ലൂഷൻ എത്താതെ അതുമായിട്ട് നമ്മൾ സിംറ്റമറ്റോളജി അല്ലെങ്കിൽ ഈ സിംറ്റമറ്റോളജിയെ നമ്മൾ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പേഷ്യൻറ്റിൻ്റെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് നമുക്കറിയാം നമ്മൾ ഫിസിക്കൽ ഡിസീസ് പഠിക്കുമ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഒരു കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സിംറ്റം എന്താണെന്ന് നമുക്കറിയാം. നമ്മളതൊക്കെ ഉണ്ടോ പേഷ്യൻ്റ് നോക്കാറല്ല ചെയ്യുന്നത്. പെഡലഡീമ ഉണ്ടോ, പേഷ്യൻറ്റിന് ടാക്കിക്കാർഡിയ ഉണ്ടോ, ഡിസ്നിയ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കും. എന്നിട്ടല്ലേ സിംറ്റമായിട്ട് നമ്മൾ CCF അല്ലെങ്കിൽ കൺജസ്റ്റീവ് കാർഡിയഫിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പേഷ്യൻ്റ് ഇന്ന രോഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പേഷ്യൻ്റെ ബോഡിയിൽ നോക്കിയല്ല പ്രശ്നങ്ങളൊന്നും ഡയഗ്നോസ് ചെയ്യുന്നതിന് പകരം പേഷ്യൻ്റെ അബ്നോർമാലിറ്റി ഇൻ തിങ്കിങ്, അബ്നോർമാലിറ്റി ഇൻ സ്പീച്ച്, അബ്നോർമാലിറ്റി ഇൻ ഓറിയൻറ്റേഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് അബ്നോർമൽ സിംറ്റംസ് എന്തെല്ലാം പേഷ്യൻ്റ് കാണിക്കുന്നോ അത് നമ്മളുടെ നോളജ് വെച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ കൺക്ലൂഷനിലെത്തും എന്താണ് പേഷ്യൻ്റെ കുഴപ്പമെന്ന്. എന്നിട്ട് ആ കൺക്ലൂഷനിൽ കിട്ടുന്ന സിംറ്റമറ്റോളജിയുമായിട്ട് നമ്മൾ ഡിസീസിനെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് രോഗിയുടെ രോഗം എന്താണെന്ന് മനസ്സിലാകും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണ് ഈ സിംറ്റമറ്റോളജി ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതെന്ന്? അപ്പം നമ്മൾ പേഷ്യൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. പേഷ്യൻറ്റ് നമ്മളോട് സംസാരിക്കുമ്പം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്റ്റർബൻസ് ഓഫ് സ്പീച്ച് ഇന്ന് പഠിച്ചു. ഇതെല്ലാം പുതിയ വേർഡ്സ് ആണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇവിടെ ഫിനിഷ് ചെയ്യാം. ഇനിയും ഉണ്ട് ഒരുപാട് പഠിക്കാൻ. ഓക്കെ.